Hello, welcome back to my channel and I'm your Nimsha Davis. കുറേ പഠിച്ചു, ഏതൊക്കെയോ കോഴ്സ് എടുത്തു, എന്തൊക്കെയോ സ്കിൽസ് എനിക്കിപ്പോൾ അറിയാം. പക്ഷേ എനിക്കൊരു ജോലി റെഡി ആവുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജോലി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഓൺലൈൻ നോക്കിയിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രീ കോഴ്സസ് എടുത്ത് പഠിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം. തീരെ പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിൽ പഠിച്ചെടുത്തു, ഇത് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം. അതാണ് പ്രൊജക്ട്സ്. പ്രൊജക്റ്റുകൾ നിങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ തോന്നിയ പ്രൊജക്റ്റുകൾ ചെയ്തിട്ട് കാര്യമില്ല, അല്ലേ? റിയൽ വേൾഡ് ആയിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ പ്രൊജക്റ്റ് ആണോ ചെയ്യുന്നത് അങ്ങനത്തെ പ്രൊജക്റ്റ് ചെയ്യണം. ഫൈൻ, അതും നിങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? ജോബിന് അപ്ലൈ ചെയ്യണം. പക്ഷേ പ്രൊജക്റ്റ് ചെയ്തിട്ട് നേരിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യല്ല ചെയ്യുക. അതിനിടയിൽ നല്ലൊരു റെസ്യൂം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂം തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ജോബ് പോസ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കാം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു HR ഇരുന്നിട്ട് ഈ ലക്ഷക്കണക്കിന് റെസ്യൂം ഇരുന്ന് നോക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഓരോ റെസ്യൂമിനെ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യും സിസ്റ്റം, അല്ലെങ്കിൽ AI ചെക്ക് ചെയ്യുമെന്ന് പറയാം. മനുഷ്യർ കാണുന്നതിന് മുൻപ് തന്നെ ആ ഒരു ATSലൂടെ ആയിരിക്കും. ഒരു സോഫ്റ്റ്വെയർ ആണ് ATS എന്ന് പറയുന്നത്, അപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ളത്. ആ സോഫ്റ്റ്വെയറിലൂടെ നമ്മുടെ റെസ്യൂം ഫിൽട്ടർ ഔട്ട് ചെയ്യും. ആദ്യം നമ്മുടെ ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് റെസ്യൂം ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് ഈ ഇന്ന ജോബ് റോളിന് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സിനൊക്കെ ആപ്റ്റായിട്ടുള്ള, അവർ കൊടുത്തു നോക്കുന്ന ആ ഡിസ്ക്രിപ്ഷന് ആപ്റ്റായിട്ടുള്ള റെസ്യൂം ഏതൊക്കെയാണെന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യും, സ്കാൻ ചെയ്യും. എന്നിട്ട് ആ റെസ്യൂമിന് ഒരു റാങ്കിങ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ATS സ്കോർ ചെക്ക് ചെയ്തിട്ട് റെസ്യൂം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1000 CV ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫിൽട്ടർ ചെയ്ത്, ഇപ്പം എനിക്ക് വേണ്ടത് ഡാറ്റ അനലിസ്റ്റ് 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ CV ആണ് വേണ്ടത്. ഇന്ന സ്കിൽസ് ഒക്കെ എനിക്ക് വേണം. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ 1000 CV ഈ ATS സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലൂടെ പോകുമ്പോൾ അവരത് സ്കാൻ ചെയ്യും, ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഡാറ്റ അനലിസ്റ്റ് ആണോ, അല്ലാത്തവരൊക്കെ അത് റിജക്റ്റ് ചെയ്യും. അതേപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലാത്തവരൊക്കെ എഗെയിൻ റിജക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവർ മെൻഷൻ ചെയ്ത എല്ലാ സ്കിൽസും അതിലുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ റിമൂവ്. ഓക്കെ, റിമൂവ് ചെയ്ത് പോവല്ല, ആ റാങ്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ബിലോ റാങ്കിൽ പോയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓൾറെഡി ആ റെസ്യൂം അവിടെ കിടക്കുന്നുണ്ടാവും, പക്ഷെ ആ റാങ്കിങ്ങിൽ ഏറ്റവും താഴെ 1000 റാങ്ക് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഏറ്റവും താഴെ പോയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ 100%-ൽ ഒരു 10%, 3% എന്ന രീതിയിലായിരിക്കും അവർക്ക് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളോടിപ്പോൾ ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, ഇല്ലേ? ഡാറ്റ അനലിസ്റ്റ് ജോബ് എന്ന് പറഞ്ഞ് ഞാൻ ജോബ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ജോബ് നിയർ കോഴിക്കോട്. ഓക്കെ, നോക്കാം. CRM ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ചോദിച്ചു നോക്കുന്നത് കണ്ടോ? 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ CRM ടൂൾ. പിന്നെ അവർ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയായിരിക്കും. അതൊക്കെ ഓരോരോ കീവേഡുകളാണ്. കണ്ടോ, ഇതാണ് മെയിനായിട്ടുള്ള റിക്വയർമെൻറ്റ്. 2 വർഷം തൊട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏതിൽ? CRM ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ സിമിലർ റോളിൽ. ഇതൊക്കെയാണ് ടെക്നിക്കൽ സ്കിൽസ് വേണ്ടത്. അനലിറ്റിക്കൽ സ്കിൽസ് ഇതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കൊളാബറേഷൻ, ഇതൊക്കെ വേണം. അതേപോലെ ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സി, അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു റിക്വയർമെൻറ്റ് കോപ്പി ചെയ്യുക. ഒരു മിനിറ്റ്. ഓക്കെ, ഞാനത് മൊത്തം കോപ്പി ചെയ്യാന്ന്. കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ ChatGPTയിൽ വെക്കോ അല്ലെങ്കിൽ Geminiയിൽ വെക്കോ. ഇവിടെ കൊടുക്കുക ക്രിയേറ്റ് ATS ഫ്രണ്ട്ലി റെസ്യൂം ഫോർ ബിലോ
മെൻഷൻഡ് പോസ്റ്റ്. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ്, എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതൊക്കെ അതിൽ ഞാൻ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് നിമിഷ ഡേവിസ്. ഇപ്പോൾ 2016 to 2019 BWOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. പിന്നെ 2019 to 2000 വേണ്ട, പ്രസൻറ്റ് കേട്ടോ, പ്രസൻറ്റ് ഞാനിപ്പോൾ ഇവിടെ സീനിയർ ഡാറ്റ അനലിസ്റ്റ്. 2019 to 2023 data analyst. 2023 to present senior data analyst. പിന്നെ 2025 to present MCA AI. അങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ എന്താണോ ഡീറ്റെയിൽസ് ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസും, എന്തൊക്കെ സ്കിൽസ് ഈ ഓരോരോ ജോബ് റോൾ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ള സ്കിൽസും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു റെസ്യൂം, ATS ഫ്രണ്ട്ലി റെസ്യൂം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സി പ്രൊഫഷണൽ സമ്മറി, സ്കിൽസിൽ നമുക്കിനി ആഡ് ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. ഇനി ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതേപടി കോപ്പി ചെയ്തിട്ടൊരു വേർഡ് ഫയലിൽ കൊണ്ടിടും. അങ്ങനെ ഇടണ്ട. നമുക്ക് കുറച്ചും കൂടി, നിങ്ങൾക്കിപ്പോൾ ഡിസൈൻ ഒന്നും നോക്കിയിട്ടല്ല ആൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഇപ്പം നിങ്ങൾ ചില ടൈമിൽ റെഫറൽ റിക്വസ്റ്റ് ചോദിക്കുന്ന ടൈമിൽ കുറച്ചും കൂടി ഒന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസ്യൂം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ തന്നെ canva.com പോവുക. അവിടെ സിമ്പിളായിട്ടുള്ള, ഭയങ്കര കളർഫുള്ളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ, സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഓക്കെ, അതെ, ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കുന്നു. സിമ്പിളാണ്. അതല്ലെങ്കിൽ ഇതെടുത്താലും മതി, കുഴപ്പമില്ല, നല്ലതാണ്. ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തോ. സിമ്പിൾ കേട്ടോ, എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേറെ കാരണം. ഇതൊന്നും എടുക്കരുത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ വല്ല ഡിസൈനർ ആണോ, ഗ്രാഫിക് ഡിസൈനർ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇതെടുത്തോ. അതല്ലാത്ത കേസിൽ ഒരു പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ പ്രൊഫഷണൽ ജോബ് അല്ലാന്നല്ലാട്ടോ പറയുന്നത്. എന്താ പറയുക, ഡെവലപ്മെൻറ്റ്, AI, ഡാറ്റ സയൻസ് അങ്ങനത്തെ ഇതിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഈ പ്ലെയിൻ ഇതുണ്ടല്ലോ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കൊടുക്കുക. നിമിഷ ഡേവിസ് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് ഇതിപ്പോൾ വേണമെങ്കിൽ ഞാനിവിടെ വേറൊരു രീതിയിലോട്ട് ഞാൻ മാറ്റാം. ഓക്കെ, ഇതിൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ. ഇതൊന്നും വേണ്ട. ഈ ഒരു സൈറ്റിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗിറ്റ്ഹബിൻ്റെ ഒരു ലോഗോ കൊണ്ടിടാം. ഓക്കെ, എന്നിട്ട് ഇവിടെ അതിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു സാധനം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് Ctrl+K കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. https://github.com/Dr. Nimisha Davis. കണ്ടോ, ആ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോവും, നിങ്ങളുടെ ഗിറ്റ്ഹബിലോട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അണ്ടർലൈൻ മാറ്റാനായിട്ട് Ctrl+U കൊടുത്ത് അതിൻ്റെ അണ്ടർലൈനും പോകും. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലിങ്ക്ഡിൻ ആഡ് ചെയ്യുക. ഓക്കെ, ലിങ്ക്ഡിൻ ആഡ് ചെയ്യുക. അതിൻ്റെ സൈസും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ലിങ്ക്ഡിൻ ആഡ് ചെയ്തിട്ട് ഇതും അതെ യൂസർ നെയിം കൊടുക്കുക. എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ലിങ്ക് ഇല്ല, നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ലിങ്ക്ഡിൻ, ഗിറ്റ്ഹബ്, പിന്നെ വേറെ ഏതെങ്കിലും പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈ സൈഡിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഈ ഒരു സൈഡിൽ വെച്ചാലും മതി. ഓക്കെ, ഇതൊന്ന് കുറച്ച് താഴോട്ടാക്കുക. എന്നിട്ട് ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്ത് ഇവിടെ താഴ്ത്തിയിട്ട് കുറച്ചൊന്ന് ഫോണ്ട് കുറയ്ക്കുന്നുണ്ട്, 15. എന്നിട്ട് ഇതിനെ ഞാൻ എന്താക്കുന്നു, സീനിയർ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്
നമ്മളുടെ ആ ജോബ് റോള് ഈ ഒരു പേരിന് തൊട്ട് താഴെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേര് ഇവിടെ പേരിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ എന്താണോ ജോബ് റോള് ആ ഒരു ജോബ് റോൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അലൈൻമെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ, കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ നിൽക്കണേ. ഇതിപ്പോൾ ഞാൻ ഒരു ഡെമോ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേര്, എന്താണോ ജോബ് റോള്, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ. പിന്നെ ചിലരുടെയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് എന്താ പറയുക, ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു ഫാൻസി മെയിൽ ഐ ഡീസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കൊടുക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ കൊടുക്കരുത്, നിങ്ങളുടെ പേര് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പേര് രാഹുൽ എന്നാണെങ്കിൽ രാഹുൽ, അല്ലെങ്കിൽ രമ്യ എന്നാണെങ്കിൽ രമ്യ നമ്പീശനല്ല, എന്താണ് പേരെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ പേര് നിങ്ങൾ ഓൾറെഡി യൂസർ നെയിം എക്സിസ്റ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഇയർ ഓഫ് ബർത്തോ, ഓക്കെ, ഇപ്പോൾ നിമിഷ ഡേവിസ് 1999 അങ്ങനെ രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ മെയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്ത് ചെയ്യുക, സമ്മറിയുടെ അവിടെ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു കാര്യം ആഡ് ചെയ്യുക. ഓക്കെ, സമ്മറി ആഡ് ചെയ്തു. ഇനി താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാം. എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവിടെ ഈ ഒരു സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇനി പിന്നെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഈ സാധനം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എഡ്യൂക്കേഷനും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്കിൽസ് വരുന്നുണ്ട്, അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് കൊടുക്കണ്ട, അതിന് പകരം ഇവിടെ സ്കിൽസ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ഈ സ്കില്ലുകൾ ഏതൊക്കെയാണ്, ഈ സ്കില്ലുകൾ മൊത്തം കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഹെഡിങ് പോലെയുള്ള സ്കില്ലുകളിനെ ബോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം, മെയിൻ ആയിട്ടുള്ള സ്കില്ലുകൾ കേട്ടോ. സി, അങ്ങനെ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ബോൾഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പിന്നെ ആഡ് ചെയ്യാൻ പറ്റണത് എഡ്യൂക്കേഷൻ, സ്കിൽസ്, ഇവിടെ വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഞാൻ ഗ്രൂപ്പ് ചെയ്യട്ടെ കേട്ടോ. ഇതിങ്ങോട്ട് വെച്ചു, എഡ്യൂക്കേഷണൽ സ്കിൽസ് ഞാൻ മുകളിലോട്ടൊന്ന് കൊണ്ടിട്ടു, എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ കൊണ്ടിട്ടു. സ്കിൽസ് കുറച്ചും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ, ഇവിടെയൊക്കെ ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ, അതിങ്ങനെ നീളത്തിൽ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്താലും നല്ലതാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഈ ലൈനൊക്കെ ആഡ് ചെയ്തോളോ, സമ്മറി, എഡ്യൂക്കേഷൻ, സ്കിൽസ്, എക്സ്പീരിയൻസ്. ഇനി ഇതന്നെ ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, എന്നിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ മുകളിലോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എക്സ്പീരിയൻസ് ആയവരുടെ കേസാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. ഇതിലിവിടെ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇമ്പാക്റ്റ് തന്നിട്ടുള്ള ഒരു 3 പ്രൊജക്റ്റ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും ബാക്കി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ അടുത്തതായിട്ട് ഞാൻ